ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മദ്രാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഇന്നൊരു അടിപൊളി സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ വീടിനടുത്തായിട്ടുള്ള ഒരു കുറിച്യർ തറവാടുണ്ട്. ആ തറവാടിൻ്റെ പേര് കുനിയിമ്മൽ തറവാട് എന്നാണ്. ആ തറവാട് വീടിന് മുന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു താമരക്കുളമുണ്ട്. അപ്പോൾ താമരക്കുളത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആയിരത്തി 1962 നിർമ്മിച്ചിട്ടുള്ള കുനിയിമ്മൽ തറവാട്ടിൽ ഈ വർഷത്തെ വിഷുവിന് ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, കണിയൊരുക്കുവാൻ വേണ്ടി കണിക്കൊന്നയോടൊപ്പം താമരപ്പൂക്കളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ തറവാട് വീടിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണേട്ടനും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മി ചേച്ചിയും കൂടെ മീൻ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീടിന് മുന്നിലായിട്ട് ഒരു 50 സെൻറ്റിലൊരു കുളം നിർമ്മിച്ചത്. പിന്നീട് അങ്ങോട്ടേക്ക് ഇവരുടെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയിൽ നിന്ന് ഇന്ന് നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച നൽകുന്ന ഒരു താമരക്കുളമായിട്ട് 3.5 വർഷം കൊണ്ട് അവർ ഈ കുളത്തെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ കാഴ്ച ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കുളത്തിൽ നിന്ന് ലൈവായിട്ട് മീൻ പിടിച്ച് വറുത്ത് കഴിക്കാനുള്ള സൗകര്യം ഇവർ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ മറ്റൊരു വിഭവമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും ചമ്മന്തിയും ഒപ്പം പൊരിച്ച മീനുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഭവം. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള സൗകര്യം ഇവർ ഒരുക്കി തരുന്നതായിരിക്കും. ഈ കാഴ്ചയുടെ വിശേഷങ്ങൾ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയ ശേഷം സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് വ്യക്തികളാണ് ദിവസേന ഇവരുടെ തറവാട് വീട്ടിലേക്ക് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത, ഈ ഒരു കുളത്തിൽ 2 കുഞ്ഞു തോണികൾ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് പൂക്കളുടെ അടുത്തൂടെയൊക്കെ പോയിട്ട് ആ പൂക്കളെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. പഴയൊരു തറവാട് വീടും അതിന് മുന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കുളവും ആ കുളത്തിലൂടെ ഒരു കുഞ്ഞു തോണിയിലുള്ള ഒരു യാത്രയും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരു സന്തോഷവും സുഖവുമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഇതാണ് രാധാകൃഷ്ണേട്ടനും ലക്ഷ്മി ചേച്ചിയും. ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ആസ്വദിച്ച ഈ കാഴ്ചകൾ. ഈ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ടത് വയനാട് ജില്ലയിലെ കാവുമന്നത്ത് വന്ന ശേഷം അവിടെ നിന്ന് 3 കിലോമീറ്റർ മാറി കുനിയിമ്മൽ എന്ന് പറയുന്ന തറവാട് ലക്ഷ്യമാക്കി വരികയാണെങ്കിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കാണട്ടെ, അവരും ആസ്വദിക്കട്ടെ, അവരും വരട്ടെ. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.